ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കട്ട്ലൈറ്റാണ്. അതിന് വേണ്ടുന്നത് ഉരുളക്കിഴങ്ങ്, ഉള്ളി ചെറുങ്ങനെ മുറിച്ചിട്ട് വെച്ച് ഞാൻ 5-6 ഉള്ളി ചെറുങ്ങനാക്കിയിട്ട് മുറിച്ചിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് അങ്ങനെ നമ്മളെ ഉള്ളി നല്ലോണം വാട്ടിയെടുക്കുന്നതാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളെ ഉള്ളി, പിന്നെ കുറച്ച് ഉപ്പും, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇനി നമുക്ക് ചതക്കിയിട്ട് നമുക്ക് അതിലിട്ടിട്ട് നല്ലോണം വാട്ടിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മളെ ഉരുളക്കിഴങ്ങ് വെന്ത തൊലി എല്ലാം പോക്കിയിട്ട് നല്ലോണം ഇതാക്കിയിട്ട് വെക്കാം. അങ്ങനെ നമുക്ക് റൊട്ടി വേണം. റൊട്ടി നമ്മൾ മിക്സിയിൽ പൊടിച്ചിട്ട് വെക്കണം. നമുക്ക് റൊട്ടിപ്പൊടിക്ക് ആവശ്യമാണ്. അങ്ങനെ നമ്മൾ റൊട്ടി നല്ലോണം പൊടിച്ചിട്ട് വെക്കുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അങ്ങനെ നമ്മളെ റൊട്ടിപ്പൊടിയെല്ലാം നല്ലോണം ഇതായി. അങ്ങനെ ഉള്ളി നല്ലോണം വാടിയതിൻ്റെ ശേഷം നമുക്ക് പിന്നെ അതിൻ്റെ പൊടികളെല്ലാം ഇടാം. പിന്നെ ഇറച്ചി മസാലപ്പൊടി ഒരു ടീസ്പൂണും, പിന്നെ ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂണും, പിന്നെ നമ്മളെ കുരുമുളക് പൊടിയും വേണം. നമ്മളെ നല്ല നാടൻ കുരുമുളക് പൊടിച്ച് അങ്ങനെ കുരുമുളക് പൊടി ഇട്ട്, പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ്, റസ്കിൻ്റെ പൊടി അല്ല റൊട്ടിപ്പൊടി, അങ്ങനെ നമ്മളെ ചിക്കൻ വേവിച്ച ചിക്കന് അതിൻ്റെ ഇതെല്ലാം പോക്കി അതിൻ്റെ മുള്ളെല്ലാം പോക്കിയതിൻ്റെ ശേഷം ഇടർത്തി വെച്ചത്. അങ്ങനെ ചിക്കൻ ഇട്ട്, കറിവേപ്പിലിട്ട്, മല്ലിച്ചപ്പ് ഇട്ട്, പിന്നെ നമ്മളെ റൊട്ടിപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇടണം. പിന്നെ എല്ലാം കൂടിക്ക് നമുക്ക് നല്ലോണം യോജിപ്പിക്കാം. ഞാൻ ഉള്ളി വാട്ടുമ്പോൾ പിന്നെ നല്ല ഉപ്പിട്ടിക്ക്, പിന്നെ ഉരുളക്കിഴങ്ങ് വേകുമ്പോൾ വേണ്ടിയിട്ട് ഉപ്പിട്ടിക്ക്. അങ്ങനെ നമുക്ക് 3-5 മുട്ട എടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കി വെച്ച് വെക്കാം. നമുക്ക് കട്ട്ലൈറ്റ് ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഈ കട്ട്ലൈറ്റ് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓരോ ഉരുളകളാക്കി കൈൻ്റെ അടിയിൽ പരത്തിയിട്ടിട്ട് റൊട്ടിപ്പൊടിയിൽ മുക്കി, പിന്നെ മുട്ടയിൽ മുക്കി, എന്നിട്ട് റൊട്ടിപ്പൊടിയിൽ മുക്കി, എന്നിട്ട് നമുക്ക് പിന്നെ ഇങ്ങനെ ഓരോന്ന് പൊരിച്ചെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള കട്ട്ലൈറ്റാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് കാണുന്ന പോലെ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കുക. അങ്ങനെ നമ്മൾ ഓരോരോ ഉണ്ടാക്കി കൈൻ്റെ അടിയിൽ പരത്തി, പിന്നെ റൊട്ടിപ്പൊടിയിൽ ഇട്ട്, പിന്നെ മുട്ടയിലാക്കി, മുട്ടയിൽ കുറച്ച് മല്ലിച്ചപ്പിട്ടേക്ക്. അങ്ങനെ മുട്ടയിലാക്കിയതിൻ്റെ ശേഷം നമുക്ക് പിന്നെയും റൊട്ടിപ്പൊടിയിലിടുക. അങ്ങനെ നമ്മളെ നെയ്യ് ചൂടാക്കി